ഓം ശാന്തി. 26/12/24 പ്രഭാതം മുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ പഠനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠനം പതിതത്തിൽ നിന്നും പാവനം ആകുന്നതിൻ്റേതാണ്. നിങ്ങൾ ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ചോദ്യം: ലോകത്തിൽ ഏതൊരു ജ്ഞാനം ഉണ്ടായിരുന്നിട്ടും അജ്ഞാനത്തിൻ്റെ അന്ധകാരമാണ്. ഉത്തരം: മായയുടെ ജ്ഞാനം. അതിലൂടെ വിനാശം ഉണ്ടാകുന്നു. ചന്ദ്രൻ വരെ പോകുന്നു. ഈ ജ്ഞാനം വളരെയധികമുണ്ട്. എന്നാൽ പുതിയ ലോകത്തിൻ്റെയും പഴയ ലോകത്തിൻ്റെയും ജ്ഞാനം ആരുടെയും അടുക്കലില്ല. എല്ലാവരും അജ്ഞാന അന്ധകാരത്തിലാണ്. എല്ലാവരും ജ്ഞാനനേത്രത്തിൻ്റെ കാര്യത്തിൽ അന്ധന്മാരാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നു. നോളജ്ഫുള്ളായ കുട്ടികളായ നിങ്ങൾക്കറിയാം, അവരുടെ ബ്രെയിനിൽ വിനാശത്തിൻ്റെ ചിന്തകളാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ സ്ഥാപനയുടെ ചിന്തയാണ്. ഓം ശാന്തി. ബാബ ഈ ശരീരത്തിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിനെ ജീവ് എന്ന് പറയുന്നു. ഇതിൽ ആത്മാവുമുണ്ട്. ഞാനും ഇതിൽ വന്ന് ഇരിക്കുന്നു. ഇത് ആദ്യം ഉറച്ചതാകണം. ഈ ഒന്നിനെ ദാദ എന്ന് പറയുന്നു. ഈ നിശ്ചയം കുട്ടികൾക്ക് വളരെ ഉറച്ചതാകേണ്ടത് ആവശ്യമാണ്. ഈ നിശ്ചയത്തിൽ തന്നെ രമണം ചെയ്യണം. തീർച്ചയായും ബാബ ആരിലാണോ വന്നിരിക്കുന്നത്, അത് ബാബ സ്വയം പറയുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ വരുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ഇതാണ് സർവശാസ്ത്ര ശിരോമണി ഗീതയുടെ ജ്ഞാനം. ശ്രീമത് എന്നാൽ ശ്രേഷ്ഠമതം എന്നർത്ഥം. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമതം ഒരു ഭഗവാന്റേതാണ്. ആ ഒന്നിൻ്റെ ശ്രേഷ്ഠമതത്തിലൂടെയാണ് നിങ്ങൾ ദേവതയാകുന്നത്. ബാബ സ്വയം പറയുന്നു, ഞാൻ വരുന്നത് തന്നെ നിങ്ങൾ ഭ്രഷ്ടമതത്തിലൂടെ പതീതമായി മാറുമ്പോഴാണ്. മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കേണ്ടതുണ്ട്. വികാരി മനുഷ്യനിൽ നിന്നും നിർവികാരി ദേവതയാക്കുവാൻ ബാബ വരുന്നു. സത്യയുഗത്തിൽ മനുഷ്യർ തന്നെയാണ് വസിക്കുന്നത്. എന്നാൽ ദൈവിക ഗുണമുള്ളവരാണ്. ഇപ്പോൾ കലിയുഗത്തിൽ എല്ലാവരും ആസുരീയ ഗുണമുള്ളവരാണ്. മുഴുവനും മനുഷ്യ സൃഷ്ടിയാണ്. എന്നാൽ ഇതാണ് ഈശ്വരീയ ബുദ്ധി, അതാണ് ആസുരീയ ബുദ്ധി. ഇവിടെയാണ് ജ്ഞാനം, അവിടെയാണ് ഭക്തി. ജ്ഞാനവും ഭക്തിയും വ്യത്യസ്തങ്ങളാണ്. ഭക്തിയുടെ പുസ്തകങ്ങൾ എത്ര അനേകമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നേ ഉള്ളൂ. ഒരു ജ്ഞാനസാഗരൻ്റെ പുസ്തകം ഒന്ന് തന്നെയാകേണ്ടതാണ്. ആരെല്ലാം ധർമ്മം സ്ഥാപിക്കുന്നുവോ അവരുടെ പുസ്തകവും ഒന്ന് മാത്രമാണുള്ളത്. അതിനെ റിലീജിയസ് ബുക്ക് എന്ന് പറയുന്നു. ഏറ്റവും ആദ്യത്തെ റിലീജിയസ് ബുക്കാണ് ഗീത. ആദ്യം ആദി സനാതന ദേവീ ദേവതാ ധർമ്മമാണ്, ഹിന്ദു ധർമ്മമല്ല. മനുഷ്യർ വിചാരിക്കുന്നു ഗീതയിലൂടെ ഹിന്ദു ധർമ്മം സ്ഥാപിതമായി എന്ന്. ഗീതയുടെ ജ്ഞാനം ശ്രീകൃഷ്ണനാണ് നൽകിയത് എന്ന്. എപ്പോഴാണ് നൽകിയത്? പരമ്പരയായി. ഏതെങ്കിലും ശാസ്ത്രത്തിൽ ശിവഭഗവാൻ ഉവാച ഇല്ല. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ ഗീതാജ്ഞാനത്തിലൂടെ തന്നെയാണ് മനുഷ്യനിൽ നിന്നും ദേവതയായത്. അത് ബാബ ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ തന്നെയാണ് ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം എന്ന് പറയുന്നത്. ആ ഗീതയിൽ തന്നെയാണ് കാമം മഹാശത്രു എന്ന് എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ ശത്രു തന്നെയാണ് നിങ്ങളെ തോൽപ്പിച്ചത്. ബാബ ഇതിൻ്റെ മേൽ തന്നെയാണ് ജയം നേടിത്തന്ന് ജഗജ്ജീതം വിശ്വത്തിൻ്റെ അധികാരിയും ആക്കുന്നത്.
പരിധിയില്ലാത്ത ബാബയിരുന്ന് ഈ ദേഹത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. ഇത് പിന്നെ എല്ലാ മനുഷ്യാത്മാക്കളുടെയും പരിധിയില്ലാത്ത പിതാവാണ്. പേര് തന്നെ പ്രജാപിതാ ബ്രഹ്മ എന്നാണ്. ബ്രഹ്മാവിൻ്റെ പിതാവിൻ്റെ നാമം എന്താണ് എന്ന് നിങ്ങൾക്ക് ആരോടും ചോദിക്കാൻ സാധിക്കും. അപ്പോൾ കുഴങ്ങിപ്പോകും. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ ഇവർക്ക് 3 പേർക്കും ഒരു പിതാവ് ഉണ്ടായിരിക്കുമല്ലോ. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ സൂക്ഷ്മവദനത്തിലെ ദേവതമാരാണ്. അവർക്കും മുകളിലാണ് ശിവൻ. കുട്ടികൾ അറിയുന്നുണ്ട്, ശിവബാബയുടെ സന്താനങ്ങളായ ആത്മാക്കൾ ശരീരം ധാരണ ചെയ്തിരിക്കുകയാണ്. ആ ഒന്ന് സദാ നിരാകാരനായ പരംപിത പരമാത്മാവാണ്. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പരംപിത എന്ന് പറയുന്നത്. എത്ര സഹജമായ കാര്യമാണ്. ഇതിന് പറയുന്നത് അൽഫിൻ്റെയും ബേയുടെയും പഠനം എന്നാണ്. ആരാണ് പഠിപ്പിക്കുന്നത്? ഗീതയുടെ ജ്ഞാനം ആരാണ് കേൾപ്പിച്ചത്? ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന് പറയുകയില്ല. അത് ദേഹധാരിയാണ്, കിരീടധാരിയാണ്. ശിവനാണെങ്കിൽ നിരാകാരനാണ്. ആ ഒന്നിന് ഏതെങ്കിലും കിരീടമോ മറ്റോ ഇല്ല. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ബാബ തന്നെയാണ് ബീജരൂപവും ചൈതന്യവും. നിങ്ങളും ചൈതന്യമാണ്. എല്ലാ വൃക്ഷങ്ങളുടെയും ആദി മധ്യ അന്ത്യത്തെ നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾ പൂന്തോട്ടക്കാരല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ബീജം എങ്ങനെയാണ് വിതയ്ക്കുന്നത്, അതിൽ നിന്നും വൃക്ഷം എങ്ങനെയാണ് വരുന്നത്. അത് ജഡമാണ്, ഇത് ചൈതന്യമാണ്. ആത്മാവിനെ ചൈതന്യം എന്ന് പറയുന്നു. നിങ്ങളുടെ ആത്മാവിൽ തന്നെയാണ് ജ്ഞാനമുള്ളത്. മറ്റൊരു ആത്മാവിലും ജ്ഞാനമുണ്ടായിരിക്കുക സാധ്യമല്ല. ബാബ ചൈതന്യമാണ്, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ഇത് ചൈതന്യ ക്രിയേഷനാണ്. അതെല്ലാം ജഡബീജമാണ്. ജഡബീജത്തിൽ ജ്ഞാനമുണ്ട് എന്നൊന്നുമല്ല. ഇതാണെങ്കിൽ ചൈതന്യ ബീജരൂപമാണ്. ആ ഒന്നിൽ മുഴുവൻ സൃഷ്ടിയുടെയും നോളജുണ്ട്. വൃക്ഷത്തിൻ്റെ ഉൽപ്പത്തിയുടെ, പാലനയുടെ, വിനാശത്തിൻ്റെ മുഴുവൻ ജ്ഞാനവും ആ ഒന്നിലുണ്ട്. വീണ്ടും പുതിയ വൃക്ഷം എങ്ങനെ വരുന്നു? അത് ഗുപ്തമാണ്. നിങ്ങൾക്ക് ജ്ഞാനവും ഗുപ്തമായി ലഭിക്കുന്നു. ബാബയും ഗുപ്തമായി വന്നിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ട് ഈ തൈ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും പതീതമായിരിക്കുകയാണ്. ശരി, ബീജത്തിൽ നിന്നും ആദ്യം ഇലകൾ വരുന്നു. അത് ഏതായിരുന്നു? സത്യയുഗത്തിലെ ആദ്യത്തെ ഇല എന്ന് ശ്രീകൃഷ്ണനെ തന്നെയാണ് പറയുക. ലക്ഷ്മി നാരായണനെ പറയുകയില്ല. പുതിയ ഇല ചെറുതായിരിക്കും, പിന്നീടാണ് വലുതാകുന്നത്. അപ്പോൾ ഈ ബീജത്തിന് എത്ര മഹിമയാണുള്ളത്! ഇത് ചൈതന്യമാണല്ലോ. മറ്റുള്ളവരും വരുന്നുണ്ട്. പതുക്കെ പതുക്കെ അവരുടെ മഹിമ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ദേവതയാകുന്നു. മുഖ്യമായ കാര്യമാണ് നമുക്ക് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ഇവരെ പോലെ ആകേണ്ടതുണ്ട്. ചിത്രവുമുണ്ട്. ഈ ചിത്രം ഇല്ലായിരുന്നുവെങ്കിൽ ബുദ്ധിയിൽ ജ്ഞാനം എങ്ങനെ വരുമായിരുന്നു? ഈ ചിത്രം വളരെയധികം ഉപയോഗത്തിൽ വരുന്നു. ഭക്തിമാർഗത്തിൽ ഈ ചിത്രങ്ങളുടെ പൂജ നടക്കുന്നു. ജ്ഞാനമാർഗത്തിൽ നിങ്ങൾക്ക് ഇവയിൽ നിന്നും ജ്ഞാനം ലഭിക്കുന്നു. ഇവരെ പോലെ ആകണം. ഭക്തിമാർഗത്തിൽ നമുക്ക് ഇങ്ങനെ ആകണം എന്ന് മനസ്സിലാക്കുകയില്ല. ഭക്തിമാർഗത്തിൽ ക്ഷേത്രവും മറ്റും എത്ര ഉണ്ടാക്കിക്കുന്നു? ഏറ്റവും കൂടുതൽ ക്ഷേത്രം ആരുടേതായിരിക്കും? തീർച്ചയായും ശിവ് ബാബയുടേത് തന്നെയായിരിക്കും. പിന്നെ അതിനുശേഷം ക്രിയേഷൻ്റേതായിരിക്കും. ആദ്യത്തെ ക്രിയേഷൻ ഈ ലക്ഷ്മി നാരായണനാണ്. അപ്പോൾ ശിവന് ശേഷം ഇവരുടെ പൂജയാണ് കൂടുതൽ നടക്കുന്നത്. മാതാക്കൾ ജ്ഞാനം നൽകുന്നു. അവരുടെ പൂജയില്ല, അവർ പഠിക്കുകയാണ്. നിങ്ങളുടെ പൂജ ഇപ്പോൾ നടക്കുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ച ശേഷം
പഠിത്തമില്ലാത്തവരാകുമ്പോൾ പിന്നെ പൂജയുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ദേവീ ദേവതയാകുന്നു. സത്യയുഗത്തിൽ ബാബ പഠിപ്പിക്കാൻ പോവുകയില്ല. അവിടെ ഇങ്ങനെയുള്ള പഠനം ഉണ്ടായിരിക്കുകയില്ല. ഈ പഠനം പതിതരെ പാവനമാക്കുന്നതിൻ്റേതാണ്. നിങ്ങൾക്കറിയാം, നമ്മളെ ആരാണോ ഇങ്ങനെയാക്കുന്നത് ആ ഒന്നിൻ്റെ പൂജ ഉണ്ടാകും. പിന്നെ നമ്മുടെയും പൂജ നമ്പർ അനുസരിച്ച് ഉണ്ടാകും. പിന്നെ വീണ് വീണ് 5 തത്വങ്ങളുടെയും പൂജ ചെയ്യാൻ തുടങ്ങുന്നു. 5 തത്വങ്ങളുടെ പൂജ എന്നാൽ പതിത ശരീരത്തിൻ്റെ പൂജ. ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. മുഴുവൻ സൃഷ്ടിയുടെ മേലും ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. ഈ ദേവീ ദേവതന്മാർ രാജ്യം എങ്ങനെ എപ്പോൾ നേടി ഇതാർക്കും അറിയില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുക സാധ്യമല്ല. അതിനാൽ പറയുന്നു ഇത് പരമ്പരയായി തുടർന്നു വരുന്നു എന്ന്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ മറ്റു ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോയി. ആരാണോ ഭാരതത്തിലുള്ളത് അവർ സ്വയം തങ്ങളെ ഹിന്ദു എന്ന് പറയുന്നു. കാരണം പതീതമായത് കാരണം ദേവീ ദേവത എന്ന് പറയുന്നത് ശോഭിക്കില്ല. എന്നാൽ മനുഷ്യരിൽ ജ്ഞാനം എവിടെയാണുള്ളത്? ദേവീ ദേവന്മാരെക്കാളും ഉയർന്ന ടൈറ്റിൽ സ്വയം തങ്ങളിൽ വെപ്പിക്കുന്നു. പാവന ദേവീ ദേവതമാരുടെ പൂജ ചെയ്ത് ശിരസ് നമിക്കുന്നു. പക്ഷേ സ്വയം പതീതമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഭാരതത്തിൽ വിശേഷിച്ച് കന്യകമാരെ എത്രമാത്രം നമിക്കുന്നു. കുമാരന്മാരെ ഇത്രയും നമിക്കുന്നില്ല. മെയിലിനേക്കാൾ കൂടുതൽ ഫീമെയിലിനെയാണ് നമിക്കുന്നത്. കാരണം ഈ സമയത്ത് ജ്ഞാനാമൃതം ആദ്യം ഈ മാതാക്കൾക്കാണ് ലഭിക്കുന്നത്. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഈ ബ്രഹ്മ ബാബ ജ്ഞാനത്തിൻ്റെ വലിയ നദിയാണ് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ജ്ഞാന നദിയുമാണ്, പിന്നെ പുരുഷനുമാണ്. ബ്രഹ്മപുത്ര നദി ഏറ്റവും വലുതാണ്. അത് കൽക്കട്ടയുടെ ഭാഗത്ത് സാഗരത്തിൽ പോയി ചേരുന്നു. മേളയും അവിടെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഇത് ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേളയാണ് എന്നത് അവർക്കറിയില്ല. അത് ജലത്തിൻ്റെ നദിയാണ്. അതിന് ബ്രഹ്മപുത്ര എന്ന് നാമം വച്ചിരിക്കുന്നു. അവരാണെങ്കിൽ ബ്രഹ്മത്തെ ഈശ്വരൻ എന്ന് പറയുന്നു. അതിനാൽ ബ്രഹ്മപുത്രയെ പാവനമായി മനസ്സിലാക്കുന്നു. പതിത പാവനൻ എന്ന് വാസ്തവത്തിൽ ഗംഗയെ പറയുകയില്ല. ഇവിടെ സാഗരത്തിൻ്റെയും ബ്രഹ്മ നദിയുടെയും മേളയാണ്. ബാബ പറയുന്നു ഇത് ഫീമെയിൽ അല്ല, ഇദ്ദേഹത്തിലൂടെ അഡോപ്ഷൻ ഉണ്ടാകുന്നു. ഇത് വളരെ ഗുഹ്യവും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അത് പിന്നെ പ്രായേണ ലോപിക്കേണ്ടതുണ്ട്. പിന്നീട് മനുഷ്യർ ഇതിൻ്റെ ആധാരത്തിൽ ശാസ്ത്രവും മറ്റും ഉണ്ടാക്കുന്നു. മുൻപ് കൈകൊണ്ടെഴുതിയ ശാസ്ത്രങ്ങളായിരുന്നു. പിന്നീട് വലിയ വലിയ തടിച്ച പുസ്തകങ്ങൾ അച്ചടിക്കപ്പെട്ടു. സംസ്കൃതത്തിൽ ശ്ലോകവും മറ്റും ഉണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ തീർത്തും സഹജമായ കാര്യമാണ്. ഞാൻ ഇദ്ദേഹത്തിലൂടെ രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നെ ഈ ലോകം തന്നെ ഇല്ലാതായി പോകും. ശാസ്ത്രവും മറ്റുമൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഭക്തിമാർഗത്തിൽ ഈ ശാസ്ത്രവും മറ്റും നിർമ്മിക്കപ്പെടും. മനുഷ്യർ വിചാരിക്കുന്നു ഈ ശാസ്ത്രവും മറ്റും പരമ്പരയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറയുന്നത് അജ്ഞാന അന്ധകാരം എന്നാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ ബാബ പഠിപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾ പ്രകാശത്തിൽ വന്നിരിക്കുകയാണ്. സത്യയുഗത്തിൽ പവിത്ര പ്രവൃത്തി മാർഗമാണ്. കലിയുഗത്തിൽ എല്ലാവരും അപവിത്ര പ്രവൃത്തിയിലുള്ളവരാണ്. ഇതും ഡ്രാമയാണ്. പിന്നീടാണ് നിവൃത്തി മാർഗം. അതിനെ സന്യാസധർമ്മം എന്ന് പറയുന്നു. കാട്ടിൽ പോയി വസിക്കുന്നു. അത് പരിധിയുള്ള സന്യാസമാണ്. വസിക്കുന്നത് ഈ പഴയ ലോകത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ബാബയിൽ നിന്നും ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്ര നോളജ്ഫുൾ ആകുന്നു. ഇതിലും അധികമായൊരു നോളജ് ഉണ്ടായിരിക്കുന്നതേയില്ല.
മറ്റത് മായയുടെ നോളജാണ്. അതിലൂടെ വിനാശം ഉണ്ടാകുന്നു. അവർ മോണിൽ പോയി അന്വേഷിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല. ഇതെല്ലാം മായയുടെ പോംബാണ്. വളരെയധികം ഷോ ചെയ്യുന്നു. അതേ ഡീപ്നെസ്സിലേക്ക് പോകുന്നു, എന്തെങ്കിലും അതിശയം ചെയ്ത് കാണിക്കുന്നതിനായി. വളരെയധികം അതിശയം ചെയ്യുന്നതിലൂടെ പിന്നെ നഷ്ടമുണ്ടാകുന്നു. അവരുടെ ബ്രെയിനിൽ വിനാശത്തിൻ്റെ തന്നെ ചിന്തകൾ വരുന്നു. എന്തെല്ലാമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? ഉണ്ടാക്കുന്നവർക്കറിയാം ഇതിലൂടെ തന്നെ വിനാശമുണ്ടാകും എന്ന്. ട്രയലും നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 പൂച്ചകൾ അടികൂടി മൂന്നാമൻ വെണ്ണ കഴിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. കഥ ചെറുതാണ്, പക്ഷേ കളി എത്ര വലുതാണ്. ഇവരുടെ പേര് തന്നെയാണ് പ്രസിദ്ധം. ഇവരിലൂടെ തന്നെയാണ് വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും നിമിത്തമാകുന്നുവല്ലോ. ക്രിസ്ത്യൻസ് മനസ്സിലാക്കുന്നുണ്ട് പാരഡൈസ് ഉണ്ടായിരുന്നു, എന്നാൽ നമ്മൾ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമികളും ബൗദ്ധരും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ക്രിസ്ത്യൻസിൻ്റെ അറിവ് നല്ലതാണ്. ഭാരതവാസികൾ പറയുന്നു ദേവീ ദേവതാധർമ്മം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിഡ്ഢികളായല്ലോ. ബാബ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ആരാണോ മഹാ അവിവേകികൾ അവരെ തന്നെയാണ് മഹാനിലും മഹാനായ വിവേകശാലികളും ആകുന്നത്. എന്നിരുന്നാലും ഓർമ്മ ഉണ്ടായിരിക്കുമ്പോഴാണ്. ബാബ കുട്ടികളായ നിങ്ങൾക്ക് എത്ര സഹജമാക്കി മനസ്സിലാക്കിച്ചു തരുന്നു. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സ്വർണത്തിൻ്റെ പാത്രമായി മാറും. അപ്പോൾ ധാരണയും നല്ലതായിരിക്കും. ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. മുരളി കേൾക്കുന്നില്ലെങ്കിൽ ജ്ഞാനം അപ്രത്യക്ഷമാകുന്നു. ബാബ ദയാഹൃദയൻ ആയത് കാരണം എഴുന്നേൽക്കുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നു. അവസാനം വരെയും പഠിപ്പിച്ചുകൊണ്ട് തന്നെയിരിക്കും. ശരി, ഇന്ന് ഭോഗാണ്. ഭോഗ് വച്ച ശേഷം വേഗം തിരികെ വരണം. പിന്നെ വൈകുണ്ഠത്തിൽ പോയി ദേവീ ദേവന്മാരുടെയും മറ്റും സാക്ഷാത്കാരം കാണുന്നത് ഇതെല്ലാം വ്യർത്ഥമാണ്. ഇതിൽ വളരെയധികം മഹീന ബുദ്ധി ആവശ്യമാണ്. ബാബ ഈ രഥത്തിലൂടെ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഞാൻ തന്നെയാണ് പതീത പാവനായ നിങ്ങളുടെ പിതാവ്. നിന്നോടൊപ്പം കഴിക്കും, നിന്നോടൊപ്പം ഇരിക്കും. ഇത് ഇവിടത്തെ കുറിച്ചാണ്. മുകളിൽ എങ്ങനെ നടക്കും? ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബ ഈ ദാദായിൽ പ്രവേശിച്ച് നമ്മളെ മനുഷ്യനിൽ നിന്നും ദേവത, അതായത് വികാരിയിൽ നിന്നും നിർവികാരി ആക്കുന്നതിനായി ഗീതയുടെ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിശ്ചയത്താൽ രമണം ചെയ്യണം. ശ്രീമത്തിലൂടെ നടന്ന് ശ്രേഷ്ഠ ഗുണവാൻ ആകണം. ഓർമ്മയുടെ യാത്രയിലൂടെ ബുദ്ധിയെ സ്വർണത്തിൻ്റെ പാത്രം ആക്കണം. ജ്ഞാനം ബുദ്ധിയിൽ സദാ ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി മുരളി തീർച്ചയായും പഠിക്കുകയും കേൾക്കുകയും വേണം. വരദാനം. തൻ്റെ പൊസിഷൻ്റെ സ്മൃതിയിലൂടെ മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. ഏതുപോലെ സ്ഥൂല പൊസിഷനുള്ളവർ തൻ്റെ പൊസിഷൻ ഒരിക്കലും മറക്കുന്നില്ല, അതേപോലെ താങ്കളുടെ പൊസിഷനാണ് മാസ്റ്റർ സർവശക്തിവാൻ. ഇതിനെ സദാ സ്മൃതിയിൽ വയ്ക്കൂ. ദിവസവും അമൃതവേളയിൽ ഈ സ്മൃതിയെ എമർജ് ചെയ്യൂ. അപ്പോൾ നിരന്തര യോഗിയായി മാറും. മുഴുവൻ ദിവസവും അതിൻ്റെ സഹയോഗം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ മാസ്റ്റർ സർവശക്തിവാന്റെ മുന്നിൽ മായയ്ക്ക് വരാൻ സാധിക്കില്ല. എപ്പോഴാണോ താങ്കൾ തൻ്റെ സ്മൃതിയുടെ ഉയർന്ന സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ മായയാകുന്ന ഉറുമ്പിനെ ജയിക്കുന്നത് സഹജമാകും.
സ്ലോഗൻ: ആത്മാവാകുന്ന പുരുഷനെ ശ്രേഷ്ഠമാക്കുന്നവർ തന്നെയാണ് സത്യമായ പുരുഷാർത്ഥി. ഓം ശാന്തി. സ്നേഹത്തിൻ്റെ സാഗരമായ ശിവബാബയുടെ സ്നേഹത്തിൻ്റെ അലകൾ എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നു. ബാബയുടെ ഈ പവിത്ര സ്നേഹത്തിൻ്റെ ആകർഷണം എന്നെ ഒരു സെക്കൻഡിൽ ബ്രഹ്മലോക നിവാസിയാക്കുന്നു. സർവത്ര ശാന്തത നിറഞ്ഞ, സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ ദിവ്യലോകത്തിൽ ഞാൻ ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. മധുരമായ ഡ്രാമയിലെ ഈ മധുരമായ അലൗകിക മിലനത്തിൻ്റെ സുഖം ഞാൻ അനുഭവിക്കുന്നു. പരമധാമത്തിലെ ഈ മഹാജ്യോതിയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്ഥിരമാകുമ്പോൾ ഈശ്വരീയ പ്രാപ്തികളുടെ വിശേഷ അനുഭവം എനിക്കുണ്ടാകുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ നിറയുന്നു. സന്തോഷത്തിൻ്റെ ഖജനാവ് എന്നിൽ നിറയുന്നു. സർവ ഗുണങ്ങളുടെയും സമ്പന്നത എന്നിൽ വന്നു ചേരുന്നു. പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ കിരണങ്ങൾ എന്നിൽ നവോന്മേഷവും നവോത്സാഹവും നിറയ്ക്കുന്നു. ഈശ്വരീയ പ്രാപ്തികളുടെ ഈ ദിവ്യ അനുഭവത്തിൽ ഞാൻ മഗ്നമാകുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ തപസ്വി രൂപം ധാരണ ചെയ്യുന്നു. ഈ തപസ്വി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഈശ്വരീയ പ്രാപ്തികളുടെ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു. ഈ തപസ്വി സ്വരൂപത്തിൻ്റെ ആത്മീയ ജ്വാല വിശ്വത്തിലെ ആത്മാക്കളെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാക്കുന്നു. അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെ ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഖജനാവുകൾ നിറയ്ക്കുന്നു.